കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. കിച്ചടിയും പച്ചടിയും ഒക്കെ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഓരോ വിഭവങ്ങളാണ് അല്ലേ. ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചടിയാണ് കേട്ടോ. അതിനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്കയും കൂടെ കുറച്ച് പച്ചമുളകും കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇതേപോലെ റൗണ്ടായിട്ട്, വളരെ തിന്നാവണ്ട എന്നാൽ കൂടുതൽ കട്ട് ചെയ്യാവണ്ട. നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. എരിവിന് ആവശ്യത്തിനുള്ള മുളകും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ 1-2 വറ്റൽമുളക് നമുക്കിത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്, അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈയും കൂടി ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ നമുക്ക് വറുത്തിടലും ഫ്രൈ ആക്കലും എല്ലാം ഒരേ ട്രിപ്പ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചതും പച്ചമുളകും ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിങ്ങനെ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാൽ ഇത് കുറച്ച് സമയം എടുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം. അതേപോലെ വഴറ്റിയെടുക്കണം. ജസ്റ്റ് വഴന്നാൽ പോരാ, ഇതിനൊരു കൊഴുപ്പാണ്. അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറും. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു അരപ്പും കൂടി വേണം. അതൊക്കെ സമയത്തിനനുസരിച്ച് അരച്ചെടുത്ത് വെക്കണം. കുറച്ച് തേങ്ങ ചിരവിയതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളും മതി കേട്ടോ. ജീരകത്തിൻ്റെ ഫ്ലേവറൊന്നും അങ്ങനെ കൂടി വരരുത്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഈ ജീരകം കൂടി ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ വെള്ളമല്ല, ഞാൻ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. തേങ്ങയുടെ അളവിനനുസരിച്ച് തൈര് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. നല്ലപോലെ പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം. കടുക് നല്ല പേസ്റ്റായിട്ടൊന്നും അരയണ്ട, ഒന്ന് പൊട്ടി വന്നാൽ മതി. 2-3 പൾസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് കറക്കിയെടുക്കുക, അത്രേ ചെയ്താൽ മതി കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ വെണ്ടയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ടേ. ഇതാ കുറച്ച് എണ്ണ തന്നെയല്ലേ ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ക്ഷമിച്ച് ചെയ്യണം, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്തു ഞാനിതിലേക്ക്. നേരത്തെ ചേർത്തതങ്ങ് ഉണങ്ങിപ്പോയില്ലേ, ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഫ്രഷ് കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കിയെടുത്തു. സ്റ്റൗ ഓഫ് ചെയ്തു. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതൊന്ന് തണിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് പച്ചടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തൈരൊക്കെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണേ. അപ്പോൾ ചൂടോടെ ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല, ഒന്ന് തണിയട്ടെ. ആവശ്യത്തിനുള്ള തൈര് ഒരു ബൗളിലേക്ക് എടുത്ത് വെക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട്, നേരത്തെ വെണ്ടക്കയിലും ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇതിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ കട്ടയൊക്കെ ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കട്ട തൈരല്ലേ. ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്തത് കൊണ്ടാണ് നമുക്കിത് ഡയറക്റ്റ് ചേർക്കാൻ പറ്റിയ. വെള്ളം ചേർത്താൽ പിന്നെ അതൊന്ന് തിളപ്പിച്ച് പച്ച ചൊവ്വയൊക്കെ ഒന്ന് കളയേണ്ട ആവശ്യം വരും. ഇത് തന്നെ ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഉപ്പ് ഒന്നുകൂടി നോക്കണം, കറക്റ്റ് ആക്കണം. ഇനി നമ്മളിതൊന്ന് വേവിക്കുന്നു തിളപ്പിക്കുന്നൊന്നുമില്ലല്ലോ, വെണ്ടയ്ക്കയിലും കൂടി ഉണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലുള്ള എരിവും ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് ഈ തൈരിലേക്ക് അങ്ങ് ചേർന്ന് വരട്ടെ. അപ്പോഴാണ് പെർഫെക്റ്റ് കിച്ചടി ആവുക. ഇനി ലാസ്റ്റ് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ വറുത്തിട്ടാണ് വെണ്ടയ്ക്ക ഫ്രൈ ആക്കിയത്. കടുകെല്ലാം ഇതിനകത്തുണ്ട്. സൂപ്പർ കിച്ചടിയാണ്, ഉണ്ടാക്കി നോക്കൂ.